അനീഷിനെതിരെ കടുത്ത വിമർശനവുമായി ജയിലിൽ നോമിനേറ്റ് ചെയ്യുകയാണ് ഷാനവാസ്. ഷാനവാസ് പറയുന്നുണ്ട്, ഞാൻ 100 ദിവസം ഇവിടെ ഉണ്ടെങ്കിൽ ആ 100 ദിവസത്തിനകത്തു നിന്നെ ഞാൻ തുറന്ന് കാണിക്കുക ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുറന്ന് കാണിക്കുക തന്നെ ചെയ്യും. ഇവിടെ വരുന്ന ഗസ്റ്റുകളെ നന്നായിട്ട് സ്വീകരിക്കണമെന്ന് നീ എനിക്കൊരു ഉപദേശം വെച്ചിരുന്നു. പക്ഷേ നീ ഇവിടെ വന്ന ഗസ്റ്റിനോട് എങ്ങനെയാണ് പെരുമാറിയത്? റിയാസ് സലീം വന്ന സമയത്ത് ഉണ്ടായ ഒരു വിഷയമുണ്ട്. ഞാൻ റിയാസ് സലീമിനോട് എങ്ങനെയാണ് പെരുമാറിയത്? പക്ഷേ ഞാൻ അയാളുടെ സോറി പറഞ്ഞു. എനിക്കുണ്ടായ തെറ്റിന് ഞാൻ മാപ്പ് ചോദിച്ച് എന്നിട്ട് പോലും എന്നെ അയാൾ ഇഗ്നോർ ചെയ്തു. എല്ലാവരെയും ഹഗ് ചെയ്യുകയും ഷേക്ക് ഹാൻഡ് ചെയ്യുകയും ചെയ്തിട്ട് എന്നെ ഇഗ്നോർ ചെയ്തിട്ടാണ് അയാൾ ഇവിടുന്ന് പോയത്. പക്ഷെ ഞാൻ അയാളോട് നന്നായി പെരുമാറി എന്നുള്ളതാണ് എൻ്റെ മര്യാദ. നീ ഇന്നലെ വന്ന ആ സാബു ചേട്ടൻ്റെ അടുത്ത് ഈ മര്യാദ നീ കാണിച്ചോ? ഷാനവാസ് സംസാരിച്ച് തുടങ്ങിയപ്പോൾ തന്നെ അതിനെതിരായിട്ട് അനീഷ് സംസാരിക്കുന്നുണ്ട്. അങ്ങനെ ആദില പറയുന്നുണ്ട്, ഷാനവാസിന് സംസാരിക്കാനുള്ള സമയത്ത് അനീഷ് സംസാരിക്കാൻ പാടില്ല. പക്ഷേ അനീഷ് എതിർത്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഷാനവാസ് പറയുന്നുണ്ട്, സാബു ചേട്ടൻ്റെ അടുത്ത് നീ എന്താണ് അങ്ങനെ പെരുമാറിയത്? അയാളൊരു ഗസ്റ്റ് അല്ലായിരുന്നു. എന്തുകൊണ്ടാണ് ആ 2 തരത്തിലുള്ള രീതി നീ കാണിച്ചത്? ഇന്നലെ ആ സാബു ചേട്ടനെ അപമാനിക്കുന്ന രീതിയിലല്ലേ നീ പെരുമാറിയത്? ആ പുള്ളി എടുത്ത് ചോദിക്കേണ്ടാത്തൊരു ചോദ്യമാണ് നീ ചോദിച്ച. ഇതാണോ ആതിഥേയ മര്യാദ എന്ന് ഷാനവാസ് ചോദിക്കുന്നുണ്ട്. നിനക്ക് സ്ട്രാറ്റജി ഉണ്ട്, സ്വന്തമായിട്ട് ഗെയിം പ്ലാൻ ഉണ്ട്. നീ കള്ളത്തരം കാണിക്കുന്ന, ചതി കാണിക്കുന്ന നീയാണ് ഫേക്ക്. അതുകൊണ്ട് അനീഷാണ് ഫസ്റ്റ് നോമിനേഷൻ. 2ാമത്തെ നോമിനേഷൻ ലക്ഷ്മിയാണ്. കിച്ചൺ ക്യാപ്റ്റൻ എന്ന നിലയിൽ അമ്പേ പരാജയമാണെന്ന് പറയേണ്ടുന്ന ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായി. ആര്യൻ മാവ് കൊഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് എന്തോ പറയാനായി ബിഗ് ബോസ് ആര്യനെ വിളിപ്പിച്ചു. ഹൈജീൻ്റെ പേരും പറഞ്ഞ് എന്നെ കുറച്ച് ഹറാസ് ചെയ്തതും ജയിൽ നോമിനേറ്റ് ചെയ്തതും എല്ലാം ഹൈജീൻ്റെ പേരും പറഞ്ഞ് ലക്ഷ്മിയാണ്. ലക്ഷ്മി സെലക്റ്റീവാണ്. ആളും തരവും നോക്കിയേ ലക്ഷ്മി നോമിനേറ്റ് ചെയ്യത്തുള്ളൂ. ഹൈജീൻ്റെ കാര്യത്തിനകത്തായാലും എന്ത് കാര്യത്തിനകത്തായാലും. അതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഈ മാവ് കുഴച്ച ഇൻസിഡൻറ്റിൻ്റെ കാര്യം ഞാൻ പറയുന്നത്. ഞാൻ ഹൈജീൻ്റെ പേരിൽ ഒരുപാട് ടെൻഷൻ എടുക്കേണ്ടി വന്നിട്ടുള്ള ഒരു വ്യക്തിയാണ്. അന്നൊരു ദിവസം ആര്യൻ ഇവിടെ മാവ് കൊഴിച്ചുകൊണ്ടിരുന്നപ്പോൾ 2 കൈയിലും മാവായപ്പോഴാണ് ആയിരുന്ന സമയത്താണ് ബിഗ് ബോസ് വിളിക്കുന്ന എന്തോ കാര്യം പറയാനായിട്ട്. അപ്പോൾ ബിന്നിയാണ് വന്ന് ആര്യനെ പൊക്കിയെടുത്ത് വിടുന്നത്. ആ സാധനം അടച്ചു വെക്കേണ്ടുന്ന ഒരു ഉത്തരവാദിത്വം നിങ്ങൾക്ക് 2 പേർക്കുമായിരുന്നു. നിങ്ങൾ 2 പേരും അത് ചെയ്തില്ല. ഹൈജീൻ്റെ ഇഷ്യൂവും പറഞ്ഞിട്ട് അന്ന് ഭയങ്കരമായ വഴക്കാണ് നടന്നത്. അതുപോലെ കൈ കഴുകി വൃത്തിയാക്കിയിട്ടാണ് കിച്ചണിൽ എല്ലാവരും ജോലി എടുക്കുന്നത്. എന്നോട് ആരോ പറഞ്ഞ ആ ഉപ്പൊന്ന് നോക്കാൻ. ഞാൻ എൻ്റെ ഒരു വിരൽ ഉപയോഗിച്ച് ഞാൻ ഉപ്പ് നോക്കി. അതിന് നീ ഭയങ്കരമായ ഹൈജീൻ്റെ ഇഷ്യൂ പറഞ്ഞു. ആ സമയം ഇന്നലെ തക്കാളിയുടെ കറി നിവിൻ ഉണ്ടാക്കിയത് സ്ലൈസായിട്ട് അരിഞ്ഞിട്ട് ആ തക്കാളി കൈ കൊണ്ട് തന്നെയാണ് നിവിൻ എടുത്ത് കുക്കറിലേക്ക് ഇടുന്നത്. അപ്പം നിനക്ക് ഹൈജീൻ ഇഷ്യൂ ഇല്ല. അപ്പോൾ ആളും തരവും നോക്കിയാണ് നീ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് ഷാനവാസ് പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ലക്ഷ്മി പറയുന്നുണ്ട്, അത് 2ഉം 2ആണ്. ഉപ്പ് നോക്കുന്നത് വേറെ, കുക്ക് ചെയ്യുമ്പം കൈ ഉപയോഗിക്കുന്നത് വേറെ. അത് 2ഉം 2 തരമാണെന്ന് പറയുന്നു. എല്ലായിടത്തും ചോര കുടിക്കാൻ വേണ്ടി നോക്കി നിൽക്കുന്ന ലക്ഷ്മിയാണ് എൻ്റെ 2ാമത്തെ നോമിനേഷൻ. 1ാമത്തെ നോമിനേഷൻ അനീഷ് എന്നും ഷാനവാസ് പറഞ്ഞു നിർത്തി.